വാഴ്ചരേഖകൾ അത് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അഭിപ്രായമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് ചില വ്യക്തികൾ അങ്ങനെ പ്രസംഗിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ കൗമൊന്നും അടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആദർശം സംസാരിക്കുന്ന വേദിയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂവിയാൽ വിഷയം സംസാരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ച് ഇവിടെ പറയാനുള്ള മറ്റൊരു ആരോപണം, അവർ അള്ളാഹുവിന് കൈയുണ്ടെന്നും കാലുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. വളരെ പരിഹാസ്യ രൂപേണയാണ് ഇവിടെയുള്ള സുന്നികൾ അവരെക്കുറിച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. അതിനെ പരിഹസിക്കേണ്ട സംഗതിയല്ല. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അസമാവാതു മത്വീയാത്തുൻ ബിയമീനിഹി എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ യദുല്ലാഹി ഫൗക ഐദിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യദ് എന്നും യമീന് എന്നൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ മുജാഹിദുകൾ പറയുന്നത്. അത് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞതുപോലെ പറയണമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യദ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കൈയുണ്ട് മുജാഹിദുകൾ പറയുന്നത്. നിങ്ങളെ പോലത്തെ കൈയുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് മുജാഹിദുകൾ ആ വിഷയത്തിൽ ആക്ഷേപിക്കേണ്ടതില്ല. സുന്നി നിലപാട് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. മുജാഹിദുകളുടെ ആദർശത്തെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ടതില്ല. മുജാഹിദിന്റെ സംസ്ഥാന സ്ഥാപക നേതാവ് കെ എം മൗലവി നൽകിയ ഫത്വയാണ് അൽമനാറിൽ, പുസ്തകം 2, ലക്കം 19-20, 952 ജനുവരി 20 ഇറങ്ങിയ അൽമനാറിൽ അവർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിന് രൂപമുണ്ടെന്നോ ജഡമുണ്ടെന്നോ രൂപമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ മുതലായ വല്ല വിശ്വാസവും വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബ്തദി ആകുന്നു, കാഫിറായ മുബ്തദി ആകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഫത്വ നൽകിയതാണ്. അത് മനുഷ്യരെ പോലെയുള്ള രൂപം, മനുഷ്യരെ പോലത്തെ ഭാഗം, ജഡം എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. വെറുതെ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. മുജാഹിദ് അവരുടെ അൽമനാറിൽ നൽകിയ ഫത്വയാണ് ഈ ഫത്വ. ഈ ഫത്വയുടെ അടിസ്ഥാനത്തിൽ ഇക്കാലത്തെ മുജാഹിദുകളുടെ വിശ്വാസവും ആദർശവും എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അതിൽ പറഞ്ഞത് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും വിശ്വാസമാണ്. ജഡമുണ്ട് എന്ന വിശ്വാസം ലോകത്തെ മുസ്ലിങ്ങൾക്കില്ല. പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് യദുണ്ട് എന്ന്. ഈ കൈ എന്ന പ്രയോഗം അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചതാണ്. അത് എങ്ങനത്തെ കൈ എന്ന് നിങ്ങൾ രൂപപ്പെടുത്തേണ്ടതില്ല എന്നാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് യദുണ്ട് എന്ന്, കൈയുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ മുജാഹിദുകൾ പറയുന്നു, അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഈ ജഡമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലായിരിക്കണമെന്നില്ല ഖുർആനിൽ പറയുന്നത്. അല്ലാഹു കൈയുണ്ട് എന്ന് ഖുർആനിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഞങ്ങളത് മുജാഹിദുകൾ അത് പറയുന്നു. ആ ഒരു കാര്യം ലോകത്ത് എവിടത്തും ഞങ്ങൾ പറയാൻ തയ്യാറുമാണ്. എവിടുന്ന് ഇപ്പൊ ഈ കയ്യും കാലും ഇറങ്ങിയെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ സലാം പറയുന്നതല്ലേ വന്നത്, സലാം പറഞ്ഞ് കാഫുറാക്കി ആകൂടെ അതിൻ്റെ അടുക്ക് പിന്നെ കയ്യും കാലും കുഞ്ചാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ചോദിക്കുന്ന ആളെ എനിക്കറിയില്ല, അയാൾ മുജാഹിദാണോ ജമാഅത്താണോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടാൽ ഖുർആൻ ഒരു തല മുതൽ അടുത്ത തല വരെ ഒരു വട്ടം പാരായണം ചെയ്തുകൊള്ളുന്നുള്ള കാര്യം സംശയമാണ്. ഈ ഖുർആൻ ഒരു പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അർത്ഥസഹിതം മനസ്സിലാക്കുകയോ ചെയ്യാൻ പോലും പ്രായമായിട്ടില്ലാത്ത ഒരാൾ, ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കിയത് അതിനുള്ള പ്രായമായിട്ടില്ല, അതിന് പോലും പ്രായമാകാത്ത ഒരാൾ അള്ളാന്റെ കയ്യിനെയും കാലിനെയും അള്ളാന്റെ ചന്തിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അത്തരം സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ നരകത്തിലേക്ക് പോകരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ അത് സംബന്ധിച്ച കാഴ്ചപ്പാട് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയാം. പരിശുദ്ധ ഖുർആനില് അല്ലാഹു തആല വജ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ ഹദീസുകളിലും കാണാം. ഇത്തരം പ്രയോഗങ്ങൾക്ക് പരസ്യമായ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം നൽകാൻ പാടില്ല. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു. എല്ലാ സാധനവും എല്ലാ ഭാഗവും നശിക്കും, എല്ലാ വസ്തുക്കളും നശിക്കും, അള്ളാഹുവിന്റെ മുഖമൊഴിച്ച് എന്ന് പറയണം ഇവരുടെ അർത്ഥപ്രകാരം.
വജ്ഹിന് അർത്ഥം പറഞ്ഞാൽ അള്ളാന്റെ മുഖം വെച്ച്. അപ്പൊ അള്ളാന്റെ കാലിങ്ങനെ ദ്രവിച്ച് പോയി. പിന്നെ അങ്ങോട്ട് തുടമ്പക്കെത്തി. മറ്റേ ആ രോഗികളുണ്ടല്ലോ, ഒരു തരം രോഗികൾ, അങ്ങനെ ആ കാലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോയി. കാലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കേന്ദ്രപ്രദേശമുണ്ട്, അതൊക്കെ പോയി. അങ്ങനെ ദ്രവിച്ച് കഴുത്തും പോകാൻ, പിന്നെ അവസാനം ഈ മുഖം മാത്രം ഇങ്ങനെ അവശേഷിക്കും എന്ന് പറയേണ്ടി വരും. ഈ അർത്ഥപ്രകാരം അഹ്ലുസുന്നയുടെ പ്രബോധന കേന്ദ്രങ്ങളിലോ പ്രബോധന പരിപാടികളിലോ ആ വിഷയം മുന്നിട്ടിറങ്ങി ചർച്ച ചെയ്യാറില്ല. പിന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിമർശനങ്ങൾ വരുമ്പോൾ അത് വിശദീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു എന്ന് മാത്രം. അപ്പൊ അഹ്ലുസുന്ന ഈ വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വീകരിക്കുന്ന നിലപാട്? ഖുർആനിലും സുന്നത്തിലും വന്ന ഇത്തരം വിശേഷണങ്ങൾ ഹക്കാണ്, അത് സത്യമാണ്. പക്ഷേ അത് എങ്ങനെ എന്ന് അറിയാനോ വിശദീകരിക്കാനോ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല, നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങളുടെ പിന്നിൽ നാം പോകേണ്ടതില്ല. മുഖം, കയ്യ്, കാല് എന്നൊക്കെ ഇത്തരം പദങ്ങൾക്ക് അർത്ഥം വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന പ്രയോഗങ്ങൾ സാങ്കേതിക പ്രയോഗങ്ങളാണ്. അത് ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ശൈലിയാണ്, ഹദീസിന്റെ പ്രത്യേകമായ ശൈലിയാണ്, ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ആലങ്കാരിക പ്രയോഗങ്ങളെ മുത്തശാബിഹാത്തായി തന്നെ കാണുകയും അല്ലാത്തവയെ മുഹ്കമാത്തായി കണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയുമാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയകമായ ചോദ്യങ്ങൾ ഈ അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നു. കാരണം ഈ ചാലിയത്തുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാന്റെ കൈക്കെത്രയാണ് നീളം, അള്ളാന്റെ ചന്തിന്റെ വട്ടെത്ര, ഈ വിഷയത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തർക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മൗലവിമാരെ കൊണ്ടുവരും. നിങ്ങളെ മൗലവിമാരുണ്ടല്ലോ ഇങ്ങനെ പിന്നെ ഡോക്ടറാണ് വൈദ്യരാണെന്നൊക്കെ പറഞ്ഞു നടക്കണേ, ആ മൗലവിമാരെ കൊടുത്തിട്ട് ഒരു പക്ഷത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഇരിക്കട്ടെ, മറുവശത്ത് ഇവരുടെ ആലിമീങ്ങൾ ഇരിക്കട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യട്ടെ. അല്ലാതെ സാധാരണക്കാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രസക്തിയുമില്ലാത്തത് കൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ആ ചോദ്യകർത്താവിനോട് ആവശ്യപ്പെടും. മറ്റു വിഷയങ്ങൾ, തർക്ക വിഷയങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉന്നയിക്കും.